നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ അവിഭക്ത കല്ലാശ്ശേരി ലോക്കൽ കമ്മിറ്റി വിഭജിച്ച് ഇരിണാവ് ലോക്കൽ 80കളിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 6 ബ്രാഞ്ചുകളായിരുന്നു എങ്കിൽ ഇന്ന് 23 ബ്രാഞ്ചുകളായി 450-ലധികം പാർട്ടി അംഗങ്ങളായി വളർന്നു കഴിഞ്ഞുവെങ്കിലും കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പോരുന്ന രീതിയിൽ ശക്തിപ്പെട്ടിട്ടുണ്ടോ, ദൗർബല്യങ്ങളുണ്ടോ, ബഹുജന സംഘടനകളുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട്, സാംസ്കാരിക രംഗത്തെ ഇടപെടൽ എത്രത്തോളം ഉണ്ടായി എന്ന് തുടങ്ങി പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന പാർട്ടി സമ്മേളനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഏറെ കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സമ്മേളനങ്ങൾ. സെപ്റ്റംബർ 1 മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുകയുമാണ്. അതിന് പിന്നാലെ ഏരിയ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടെ കേരളത്തിലെ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. തമിഴ്നാടിന്റെ ഭാഗമായ ചരിത്രപ്രധാനമായ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് പൂർത്തീകരിക്കുന്നതോടുകൂടി സമ്മേളനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്കായിരിക്കും പാർട്ടി നീങ്ങാൻ പോകുന്നത്. പുതിയ കേന്ദ്ര കമ്മിറ്റിയും അതേ തുടർന്ന് രൂപീകൃതമാകുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റിയുടെ ഇടവേളയിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെടുത്തുന്ന പ്രക്രിയയും പുതിയ ജനറൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുന്നതോടെ സമ്മേളന പ്രക്രിയ അവസാനിക്കുകയും ചെയ്യും. കീഴ്ഘടകം മുതൽ ഉയർന്ന ഘടകം വരെ ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങൾ വെച്ച് പുലർത്തി സ്വയം വിമർശനങ്ങളിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നടത്തുന്ന സമ്മേളനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം സവിശേഷതയാണ്. എന്തായാലും പാർട്ടി സമ്മേളനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നാനാഭാഗത്തു നിന്നും CPM-ന് ലഭിക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ മുന്നണി ഇന്ത്യയിൽ എത്രത്തോളം ശക്തി പ്രാപിക്കാൻ പോകുന്നു എന്നുള്ളത് ഈ ഒരു സമ്മേളനം കഴിയുന്നതോടുകൂടി എല്ലാവർക്കും കൂടുതൽ വ്യക്തമാകും. BJP പോലുള്ള ഹിന്ദുത്വ തീവ്രവാദ ഭരണാധികാരികളെ എതിർക്കാൻ മറ്റുള്ള മുന്നണികളെക്കാളും ശക്തി ഇടതു മുന്നണിക്കാണെന്നതിൽ ഒരു തർക്കവുമില്ല.